അങ്ങനെ ആ വഴി ഉടഞ്ഞു അല്ലേ മോളെ? ഞാൻ ആ മാനേരെ കണ്ട് ഒന്നുകൂടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? വേണ്ട അബ്ദുപ്പ, സംസാരിച്ചാലും അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾക്കെന്നല്ല, നമ്മളെ സഹായിക്കാൻ മനസ്സുള്ളവർക്ക് പോലും അതിന് കഴിയാത്ത വിധം മുടക്കുന്നുണ്ട് അയാള്. സാരല്ല അബ്ദുപ്പ, അങ്ങനെ തോറ്റുകൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒരു വഴി അടയുമ്പോ വേറൊന്ന് തെളിയുമെന്നല്ലേ, നമുക്ക് നോക്കാം. എന്താ അബ്ദുപ്പ ഇത്? ഇത് മോൾക്കുള്ളതാ, കുറച്ച് കാശാ. കാശോ? എനിക്ക് എവിടുന്ന് കാശ് കിട്ടാൻ? അബ്ദുപ്പ വെറുതെ ആളെ വട്ടാക്കല്ലേ. നിന്നെ കളിയാക്കാൻ പറഞ്ഞതല്ല ഞാൻ. ഇത് നിനക്ക് അവകാശപ്പെട്ട കാശ് തന്നെയാ. കുറച്ചൊന്നും അല്ല കേട്ടോ, 2 ലക്ഷം ഉറുപ്പികയുണ്ട്. മോള് ഇത് വാങ്ങണം, എന്നാലേ എന്റെ നെഞ്ചൊന്ന് തണുക്കൂ. ഈ അബ്ദുപ്പായ്ക്ക് ഇത് എന്ത് പറ്റി സിനിമ? ഇത്രയും കാശ് എനിക്ക് എവിടുന്ന് കിട്ടാനാ? എന്താ രണ്ടുപേരും കൂടി എന്നെ പറ്റിക്കുക? മോള് ഈ ഉപ്പാനോട് ക്ഷമിക്കണം. അബ്ദുപ്പായ്ക്ക് ഒരു ചതുവ് പറ്റിപ്പോയി. അന്ന് ഞാൻ ആ മണ്ടത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതം മറ്റൊരു രീതിക്കാകുമായിരുന്നു. അബ്ദുപ്പ കാര്യം എന്താന്ന് പറയുന്നുണ്ടോ? അന്ന് സമ്മാനം അടിച്ച ലോട്ടറി ടിക്കറ്റ് സുരേന്ദ്ര സാർ എടുത്തതായിരുന്നില്ല. മരിക്കുന്നതിന്റെ അന്ന് രാത്രി മേനോ സാർ എന്നെ കാണാൻ വന്നിരുന്നു. അന്ന് നിനക്കായി ഞാൻ സാറിന്റെ കൈ കൊടുത്തു വെച്ച ടിക്കറ്റായിരുന്നു മോളെ അത്. അന്ന് നിന്നെ കണ്ട് വാപ്പയത് പറയാൻ വേണ്ടിയാ അവിടെ വന്നത്. പക്ഷെ അതിനു മുമ്പ് അവരും അവരുടെ ഭർത്താവും കൂടി വാപ്പയെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. സമ്മാനം കിട്ടിയത് മേനോൻ സാറിനാണെന്ന് അറിഞ്ഞ കടക്കാര് നിങ്ങളെ ഭീഷണിപ്പെടുത്തി ആ കാശ് തട്ടിയെടുക്കുമെന്ന്. അങ്ങനെ അത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി ആ ടിക്കറ്റ് അവരെടുത്താണെന്ന് പറയണമെന്നും വാപ്പയെ നിർബന്ധിച്ചു. സംഗതി സത്യമാണെന്ന് കരുതി വാപ്പ ഇത് സമ്മതിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അത് നിനക്കും നിന്റെ ചേച്ചിക്കും കിട്ടേണ്ട തുകയാ ആറാമ്പറപ്പ് കാണിച്ചവര് തട്ടിയെടുത്തത്. നിങ്ങളുടെ നല്ലത് വിചാരിച്ചാണെങ്കിലും ആ പാവത്തിൽ എനിക്കും കൂടി പങ്കുണ്ട്. ആ സമ്മാന ടിക്കറ്റിന്റെ കമ്മീഷൻ കിട്ടിയ കാശായത്. ഇത് മോള് വാങ്ങിയാലേ നിന്റെ അബ്ദുപ്പായ്ക്ക് ഇത്തിരിയെങ്കിലും സമാധാനം കിട്ടൂ. ഇതാണോ കാര്യം? എന്റെ അബ്ദുപ്പ, എല്ലാവരും ഇങ്ങനെയാ ഗൗരിയെ കണ്ടേക്കുന്നത്? ഈ കാശ് എന്റെ അബ്ദുപ്പാന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയ പിന്നെ ഈ ഗൗരി ഉണ്ടോ സിനിമ? എനിക്കും എന്റെ ചേച്ചിക്കും തരുന്ന ആ സ്നേഹത്തിന്റെ 1,00,000-1 വരും അബ്ദുപ്പ ഈ കാശ്. എനിക്ക് വേണ്ട, ഞാൻ വാങ്ങുകയില്ല. ഈ കാശ് നമ്മുടെ റംലേച്ചയ്ക്ക് വേണ്ടിയുള്ളതാ. മര്യാദക്ക് ഇതുകൊണ്ട് ബാങ്കിലിട്ടോണം. എന്റെ മോളെ, ഈ അബ്ദുപ്പ പിന്നെ എന്തു വേണം? ആ ഇബിലീസുകൾക്കെതിരെ നമുക്കൊരു കേസ് കൊടുത്താലോ? ഞാൻ വരാം. എന്റെ മോക്ക് വേണ്ടി ഏത് കോടതിയിലും ഞാൻ വരാം. സംഭവിച്ചതെല്ലാം ഏറ്റു പറയുകയും ചെയ്യാം. ഒന്നും വേണ്ട അബ്ദുപ്പ, ആർക്കെതിരെയും ഒരു പരാതിയില്ല എനിക്ക്.
1 കോടിയല്ല 1,00,000 കോടി മുന്നിൽ അടുക്കി വെച്ചാലും അതിനേക്കാൾ വിലമതിപ്പുള്ളതാ എനിക്ക് നഷ്ടപ്പെട്ടത്. എന്റെ അച്ഛനെ അമ്മയെക്കാളും വലുതൊന്നും അല്ലല്ലോ ഇത്. അത് അവരെടുത്തോട്ടെ, രക്ഷപ്പെട്ടോട്ടെ. നിന്നെപ്പോലെ നല്ല മനസ്സുള്ളവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ മോളെ. എനിക്കിപ്പോ ആവശ്യം ലക്ഷങ്ങളും കോടികളും ഒന്നും അല്ല സിനിമ. എന്റെയും ചേച്ചിയുടെയും കണ്ണൊന്ന് നിറഞ്ഞ അത് കണ്ടറിഞ്ഞ് ചേർത്തൊന്ന് പിടിക്കാൻ ഒരു തണല ആവശ്യം. അതെനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. അത് നഷ്ടപ്പെടാതിരുന്നാ മതി. അത് മാത്രം മതി എനിക്ക്. കേട്ടോ ചേച്ചി, ഒരു സന്തോഷ വാർത്തയുണ്ട്. അനുഭവിക്കാൻ യോഗമില്ലേലും ഗായത്രിയും ഗൗരിയൊക്കെ കോടീശ്വരികളാ. അങ്ങനെ ചില തമാശ നമ്പറുകളൊക്കെ ദൈവം നമ്മളോട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും തന്നില്ലേലും ചേച്ചിയുടെ ചികിത്സയ്ക്കും പ്രസവത്തിനും വേണ്ടിയിട്ടെങ്കിലും എന്തെങ്കിലും ഒരു ഭിക്ഷ തരായിരുന്നു പുത്തേഴത്ത് അമ്പിയേക്ക്. എങ്കില് അതിന് പാവങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വരില്ലായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, നമ്മളത് ആഗ്രഹിക്കാൻ കൂടി പാടില്ല. ഒക്കെ അവരെടുത്തോട്ടെ. നമുക്ക് കുറച്ചു ദിവസം താമസിക്കാൻ ഇടവും ഭക്ഷണമൊക്കെ തന്നതിന്റെ കണക്കിൽ പെടുത്തിക്കോട്ടെ. നമുക്ക് നമ്മുടെ അബ്ദുപ്പയും സീനുമ്മയും റംലച്ചയൊക്കെ ഉണ്ടല്ലോ. പുത്തേഴത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആരെയും പേടിക്കാതെ നമുക്കിവിടെ കഴിയാലോ. ആ സമാധാനത്തെക്കാൾ വലുതായി വേറെന്താ ഉള്ളത്? അല്ലേ ചേച്ചി? നോക്ക്, ആദ്യ യാത്ര അപ്പച്ചനെയും അമ്മച്ചിയും അനിമോളെയും കൊണ്ട് പള്ളിയിലേക്കായിരുന്നു. ഇനി ഇതിൽ കയറേണ്ടയാള് മിസ്സിസ് അലൻ ജോസഫാണ്. എന്നാണ് സൗകര്യപ്പെടുക ആവോ? പിന്നെ അതിനിത്തിരി പുളിക്കും. യു ഷുഡ് ബി ലിറ്റിൽ മോർ സീരിയസ്. എക്സാം ഒക്കെ അടുത്ത് വരികയല്ലേ. ക്ലാസ്സിൽ കുറച്ചും കൂടിയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ ശ്രമിക്കണം. ഓക്കെ, പൊക്കോളൂ. എടാ ദുഷ്ട, ഇന്ന് നീ അങ്ങ് വന്നേരെ. നാണം കടത്തല്ലേ, ചെല്ല് ചെല്ല്. ഗായത്രി ഒന്ന് ശ്രദ്ധിക്കണേ. ഗൗരി കുളിക്കാൻ കയറിയിരിക്കുക. ഞാൻ ഇപ്പൊ കൂടെ നോക്കിട്ട് വന്നതേ ഉള്ളൂ. ഗായത്രി ചേച്ചി കിടക്കുക.
അബൂക്കാന്റെ വീട് വീട് തന്നെയാ. വാപ്പ അടുത്തൊരു കട വരെ പോയിരിക്കുക. ഇപ്പൊ വരും. നിങ്ങളാരാ? ഞാൻ കണ്ടിട്ട് അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ജംഗ്ഷനിലുണ്ടാവും. അവിടെ കുമാറിന്റെ വർക്ക്ഷോപ്പ് ചോദിച്ചാൽ മതി. ആളിവിടെ ഉണ്ടാവും. ഞാൻ വന്നത് ഗായത്രിയെ കാണാനാ. അവളിവിടെ ഇല്ലേ? നിങ്ങളാരാ? എവിടുന്നാ? ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് പൊക്കോളാം. അതെ, ഗായത്രി, ഗായത്രി, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത് ഞാനാ, നിന്റെ അജു. ഗായത്രി, അജു ആണ് മോളെ. ഗായത്രി, ആരാ വന്നത് സിനിമ? എണീക്കാൻ. ആരാ നിങ്ങള്? എന്തിനാ ഇവിടെ വന്നത്? ചോദിച്ചത് കേട്ടില്ലേ? എന്തിനാ ഇവിടെ വന്നേന്ന്? ഗൗരി മോളെ, ഞാൻ മോളോ? ആരുടെ മോള്? അങ്ങനെ വിളിക്കാൻ നിങ്ങൾ ആരാ? എന്ത് ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്? പറ ഗൗരി. എന്താ സിനിമ ഇതൊക്കെ? ആരോട് ചോദിച്ചിട്ട് ഇയാളെ ഇവിടെ കയറ്റിയത്? ഇതാരാണെന്ന് നിങ്ങൾക്ക് അറിയോ? എനിക്കറിയില്ല, എന്റെ ചേച്ചിക്കും അറിയില്ല ഇയാളെ. പിന്നെ എന്തിനാ ഇവിടെ കയറ്റിയത്? ഗായത്രി കാണുമെന്ന് പറഞ്ഞിട്ടാ ഗൗരി. അങ്ങനെ വഴിയെ പോന്നവർക്ക് വന്ന് കാണാൻ എന്റെ ചേച്ചി എന്താ കാഴ്ച വസ്തുവാണോ? ചേച്ചിയുടെ ആരാ ഇയാള്? പറ, ആരാ? എന്റെ ചേച്ചിയുടെ ഭർത്താവോ? അതോ കാമുകനോ? അതോ ആരുമില്ലാത്തവരെ സഹായിക്കാൻ നടക്കുന്ന കോടീശ്വരനോ? അങ്ങനെ ഏത് ബന്ധത്തിലാണ് നിങ്ങൾ എന്റെ ചേച്ചിയെ കാണാൻ വന്നത്? ശരിയാ, എന്റെ ചേച്ചിക്ക് ഒരു തെറ്റ് പറ്റിയതാ. സ്നേഹം നടിച്ച് ഏതോ ഒരു ദുഷ്ടൻ ചതിച്ചതാ പാവത്തിന്. ആ ദ്രോഹി ആരാണെന്ന് എനിക്കറിയില്ല. അതാരാണെന്ന് പറഞ്ഞു തരാൻ എന്റെ ചേച്ചിക്ക് ഇപ്പൊ സ്വബോധവും ഇല്ല. എന്ന് വെച്ച് ഒരുത്തന്നെ സഹതാപം കാണിച്ച് വന്നേക്കരുത് ഇവിടെ. അതിനൊന്നും ആവശ്യം ഞങ്ങൾക്കില്ല. ഭിക്ഷ തെണ്ടിട്ടാണെങ്കിലും ആ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊള്ളാം. എനിക്കതിന് കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്, ഉറപ്പുണ്ട്. ഒരുത്തനെ കണ്ടുപോകരുത് ഇവിടെ. മോളെ, നീയൊന്ന് അടങ്ങ്. നിങ്ങളൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? ഞാനാ എല്ലാത്തിനും കാരണക്കാരൻ. എന്റെ കുഞ്ഞ് എന്ന് ആര് പറഞ്ഞു? അത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? ഗൗരി, ശരിയാ, എന്റെ ചേച്ചി വഴിപിഴച്ചുണ്ടായതാ അത്. എന്നാലും ആ കുഞ്ഞിന്റെ അച്ഛനാവാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. അതുണ്ടായിരുന്നേല് എന്ത് കാരണത്തിന്റെ പേരിലായാലും നിങ്ങൾ ഈ കിടക്കുന്ന പാവത്തിന്റെ പെരുവഴിയിലാക്കില്ലായിരുന്നു. ഒരു ഭീഷണിയുടെയും പേരില് നിങ്ങൾ എന്റെ ചേച്ചിയെ മറക്കില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ തറപ്പിച്ച് പറയുന്നത്, നിങ്ങളെ പോലെ ഒരാൾ ഒരിക്കലും ആ കുഞ്ഞിന്റെ അച്ഛനാവില്ലാന്ന്. ഗൗരി, ദയവീത് ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. വേണ്ട, നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കേൾക്കണ്ട. ഒരു കോമാളിയായി എന്റെ മുമ്പിൽ വന്നിങ്ങനെ അപേക്ഷിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഒന്ന് ഇറങ്ങി പോണം, ഇറങ്ങി പോവാൻ. ഇയാളോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്?
അതോ ഒച്ചയിട്ട് നാട്ടുകാരെ കൂട്ടിയാലേ ഇയാൾ പോകുന്നുണ്ടോ? ഒന്ന് നിന്നേ. മരണത്തിന്റെ വായിൽ തലനാരിഴക്ക് രക്ഷപ്പെട്ട 2 ജന്മങ്ങളാ ഞങ്ങള്. അതിലപ്പുറം ലോകത്തൊന്നും കണ്ട് പേടിക്കാനുമില്ല. എന്റെ ചേച്ചിക്ക് മാത്രമേ സ്വബോധം നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പകരം ചേച്ചിക്ക് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാവലിരിക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും ഞാൻ മതി. ഞാൻ മാത്രം മതി എന്റെ ചേച്ചിക്കും അവള് പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിനും. തെരുവിൽ തെണ്ടി നടന്നായാലും ഞാൻ അന്വേഷിക്കും. മാന്യമായി പോറ്റു അവരെ. അല്ലാതെ ഒരുത്തന്റെ ഔദാര്യത്തിന് കൈ നീട്ടില്ല ഈ ഗൗരി. ഒരാളും സഹായം വാഗ്ദാനം ചെയ്ത് ഇങ്ങോട്ട് വന്നു പോകരുത്. നിക്ക്. ഇനി എന്തിന്റെ പേരിലായാലും ഒരിക്കൽ കൂടി നിങ്ങൾ ഇവിടെ വന്നാൽ ഗൗരി ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുന്നത്. നഷ്ടപ്പെടാൻ അഭിമാനം മാത്രമേ ഞങ്ങൾക്കിനി ബാക്കിയുള്ളൂ. പക്ഷെ അതുപോലല്ല നിങ്ങളുടെ കാര്യം. ഓർത്തോണം. ഓർത്ത് വെച്ചോണോ അത്? പ്രശ്നം ഇനി ഒരിക്കൽ പോലും എന്റെയോ എന്റെ ചേച്ചിയുടെ മുമ്പിൽ നിങ്ങളെ കണ്ടുപോകരുത്. പൊയ്ക്കോ ഇറങ്ങി. ആരാ ഇയാള്? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാ സീനത്തെ ചെയ്തത്? എനിക്കറിയില്ല കുമാരെ. അത് ശരി, അപ്പൊ അതാണ് കാര്യം. താൻ ഏതാണോ? എന്തിനാ ഇവിടെ വന്നത്? കണ്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇറങ്ങിക്കോളും വേഷവും കെട്ടി. അങ്ങനെ അങ്ങ് പോയാലോ? താൻ എന്തിനാ വന്നതെന്ന് പറ. മിടുക്ക് കാണിച്ചിട്ട് അങ്ങനെ പോയാലോ? നീ ആരാടാ? നീ എന്തിനാ ഇവിടെ വന്നത്? അത് പറഞ്ഞിട്ട് പോയാ മതിയടാ. എന്നെ വിടാ. നിന്നെ വിട. അവിടെ നിൽക്കണം. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇയാള് നിങ്ങളുടെ വീട്ടിൽ കയറി പെണ്ണുങ്ങളെ ശല്യം ചെയ്യാം. ഇവൻ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. പോലീസിൽ ഏൽപ്പിക്കാം. ഇവന്മാര് കാരണം നാട്ടിൽ പെണ്ണുങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാ അയാളെ വിട്ടേക്കാൻ പൊയ്ക്കോട്ടെ. ഇവനെങ്ങനെ വിടാൻ പറ്റൂല അബ്ദുക്ക. ഇവിടുത്തെ നാട്ടുകാരന്റെ മണ്ടന്മാരാ. വിടാനല്ലേ പറഞ്ഞത്? ഇറങ്ങി ഓടാ. ഹെലൻ, അളിയൻ ചെല്ല്. നിങ്ങൾക്ക് ഇതിന്റെ കാര്യം വല്ലതും ഉണ്ടോ അബ്ദു? കണ്ട പെങ്കച്ചുങ്ങളെയൊക്കെ വീട്ടിൽ വിളിച്ചു കയറ്റി താമസിപ്പിച്ചാലേ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ വരും. ദേ സീനത്തെ, നിനക്കും പ്രായമേറിയ ഒരു പെങ്കച്ചുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. ഇതുപോലെയുള്ള വമ്പന്മാരൊക്കെ കേറി ഇറങ്ങി പോയാലേ പേരുദോഷം കേൾക്കുന്നത് നിനക്കും നിന്റെ മോൾക്കുമാകും. തല്ലിന്ന് പറഞ്ഞ കൊന്നെന്ന് പറയുന്ന കാലമാ, അത് മറക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോയും ഓ, ഞങ്ങള് പോയേക്കാം. ഒടുക്കം വാപ്പയ്ക്കും മോക്കും സങ്കടപ്പെടേണ്ടി വരരുത്. വാട മോനെ. നീ വാമോളെ. എടോ അബ്ദു, ഒന്ന് നിക്കടാവേ. തമ്മി കണ്ടിട്ട് ഒരു പരിചയവും ഭാവിക്കാതെ താനങ്ങ് പോയാലോ? നീ അതുങ്ങളെ രണ്ടുപേരെയും അകത്ത് അടവച്ച് വിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. സൗകര്യം പോലെ ഞാനൊന്ന് വന്ന് കാണാനിരിക്കുമായിരുന്നു. ഏതായാലും അതിന് ഇങ്ങനൊരു അവസരം ഉണ്ടായല്ലോ. ആട്ടെ, പെണ്ണിവിടെ ഉണ്ടെന്നും പറഞ്ഞ് അവനെ ആളയച്ച് വരുത്തിയതാരാ? നീയാണോ അതോ അവളുടെ അനിയത്തിയോ? ബെന്നിച്ച, താൻ വെറുതെ അനാവശ്യം പറയരുത്. അതിന്റെ ഒന്നും ആവശ്യം ഞങ്ങൾക്കില്ല. പിന്നെ എന്താടോ, അവന് ദിവ്യജ്ഞാനം കിട്ടിയോ? അവളുള്ള സ്ഥലത്തേക്ക് തന്നെ കൃത്യമായിട്ട് മണം പിടിച്ചെത്താൻ. ബെന്നിച്ച, അത് ബെന്നിച്ച ഞങ്ങളോടല്ല, അയാളോട് പോയി ചോദിച്ചു. ആ, അത് ഞാൻ സൗകര്യം പോലെ ചോദിച്ചോളാം. പക്ഷെ അതിനു മുമ്പ് തന്നോട് പറയാനുള്ളതും കൂടി പറയണമല്ലോ. ഒരിക്കൽ നിന്റെ മോളുടെ പേരും പറഞ്ഞ് നീയെല്ലാം കൂടി എന്റെ പെങ്ങളുടെ ജീവിതം ഒന്ന് അലമ്പാക്കിയതാ. അത് ഞങ്ങളായിട്ടൊന്ന് തിരിച്ചു പിടിച്ചതേ ഉള്ളൂ. പിന്നെ കണ്ണും കലാശവും കാണിച്ച്
അവളുടെ ജീവിതത്തിൽ നിന്ന് ഇതാ ഇപ്പൊ ഇവിടുന്ന് പോയവനെ തട്ടിപ്പറിച്ചെടുക്കാനാണ് നീയൊക്കെ കൂടി വട്ടം കൂട്ടുന്നതെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വച്ചേക്കണം. അങ്ങനെ വല്ലതും ഉണ്ടായാൽ നിന്റെ ആ പാട്ടോണ്ടി അടക്കം നീ റോട്ടിൽ ചളഞ്ഞറിഞ്ഞ് തീരും. പിന്നെ അവളുമാരെ പോലെ നിന്റെ മോളും കൊച്ചുമോളും മാത്രമേ ഇവിടെ കാണൂ. നാട്ടുകാരെ ടോക്കന് ഊഴം കാത്ത് നിൽക്കും ഈ മുറ്റത്ത്. അതുകൊണ്ട് അതിനൊന്നും നിൽക്കാതെ മര്യാദയ്ക്ക് ഇറക്കി വിട്ടേക്കണം രണ്ടിനെയും. ഇനി ഇത് പറയിക്കാനായിട്ട് എന്നെ ഇങ്ങോട്ട് വരുത്തേക്കരുത്, കേട്ടോടാ.